വൈറ്റ് മസ്ക് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ഓയിൽ കേട്ടോ കാണുന്നുണ്ടാവും. കണ്ടോ, വൈറ്റ് മസ്ക്, ഇതാണ് ഇതിൻ്റെ പേര്, വൈറ്റ് മസ്ക്. വൈറ്റ് മസ്ക് അറിയാം, പഴയ 90s അത്യാവശ്യം ആളുകൾ പരിചയപ്പെടുത്തിയ ഒരു പെർഫ്യൂമാണ് വൈറ്റ് മസ്ക് എന്നുള്ളത്. നല്ല റിക്വസ്റ്റ് ഉള്ള, നല്ല ഫീഡ്ബാക്ക് ഉള്ള ഒരു പെർഫ്യൂം ഓയിലും കൂടിയാണ് വൈറ്റ് മസ്ക് എന്നുള്ളത്. ഇതിനെ കിട്ടുന്നത് എൻ്റെ ഓർമ്മയിൽ. പിന്നെ ഓരോരുത്തർക്കും ഓരോ പെർഫ്യൂമിൻ്റെ ഓരോരോ അനുഭവങ്ങൾ ഒക്കെ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. എൻ്റെ ഓർമ്മയിൽ എൻ്റെ കസിൻസിന് ആരോ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമല്ലോ. അങ്ങനെ അത് ഇപ്പോഴൊന്നുമല്ല, ഏകദേശം ഒരു 12-13 വർഷം മുന്നെയാണ്. അതെ, എന്തായാലും എനിക്കൊരു 18 വയസ്സൊക്കെ ആവുന്ന സമയത്ത് എൻ്റെ ഓർമ്മ. ആ ഓർമ്മയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഹോസ്പിറ്റലിലെ അവിടേക്ക് നമ്മൾ ആ കസിൻസിൻ്റെ റൂമൊക്കെ അവരാരെ ബന്ധക്കാർ വന്ന് ഒരു പ്രായമുള്ള ഒരു ആ അപ്ലൈ ചെയ്തത് ഈ വൈറ്റ് മസ്ക് ആണ്. ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ, എൻ്റെ മെമ്മറിയിൽ അത്രത്തോളം അത് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് വീണ്ടും അത് ഇവിടെ എടുത്തിട്ട് നിങ്ങളോട് പറയുന്നത്. ഈ വൈറ്റ് മസ്ക് മണക്കുമ്പോൾ എനിക്ക് മലപ്പുറത്തുള്ള, അന്ന് അതിൻ്റെ പേര് MBH ഹോസ്പിറ്റലാണ്, ഇന്നും അത് തന്നെയാണ്. ആ MBH ഹോസ്പിറ്റലിൽ ആ റൂമൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം അങ്ങനത്തെ ഒരു ഓർമ്മ ഇതിലുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. ഇതേപോലെ ഓരോ ഫ്രാഗ്രൻസിനും ഓരോ പെർഫ്യൂമിനും ഓരോരുത്തർക്കും ഓരോ ഓർമ്മകൾ എന്തായാലും മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും. ഒരു മസ്ക് ആൻഡ് ഊത്, ചെറിയ മസ്കുലിൻ, റോസ്, ഒരു വാട്ടറി നോട്ട്സ്, ഇതൊക്കെയാണ് വുഡി നോട്ട്സ് ഒക്കെയാണ് ഇതിൻ്റെ നോട്ട്സുകൾ നോക്കുന്ന സമയത്ത് പോവുക. ലാസ്റ്റിങ്ങിൻ്റെ കാര്യം എന്തായാലും നമുക്ക് ഹൈ പ്രൊജക്ഷനോട് കൂടി പറയാൻ പറ്റിയ ഒരു 4 to 6 മണിക്കൂറിൻ്റെ ലാസ്റ്റിംഗ് ആണ് എന്തായാലും. കാരണം ഞാൻ പറഞ്ഞ 4 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ തന്നെ നമ്മുടെ നാട്ടിലത്തെ എല്ലാ പെർഫ്യൂമുകളും നമുക്ക് ഇന്നത്തെ കാലത്ത് കിട്ടുള്ളൂ. അതിൻ്റെ മുകൾക്ക് ഇന്ന് കിട്ടുന്നില്ല. മറ്റുള്ളതൊക്കെ ഇങ്ങനെ മൈൽഡായി പോകും, അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ബൂസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പാർട്ടി പെർഫ്യൂം ആയിക്കാണ്ട് അല്ലെങ്കിലും ഓൾ ഒക്കേഷൻസ്ക്കും ഇത് പറ്റും. അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എടുത്ത് പറയേണ്ടി കൂട്ടിച്ചേർക്കാം. എല്ലാ ഒക്കേഷൻസ്ക്കും ഇത് പറ്റും. ആർക്കൊരു വെറുപ്പില്ലാത്ത, വിഷമില്ലാത്ത നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. 3 ml നമ്മളോട് ചാർജ് ചെയ്യുന്നത് 100 rupees ആണ്. ഇങ്ങനത്തെ ബോട്ടിൽ കേട്ടോ, അങ്ങനത്തെ ബോട്ടിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന 100 rupees ആണ്. ചെറിയ കുഞ്ഞു ബോട്ടിലിന് ഷിപ്പിംഗ് ചാർജ് 50 rupees എക്സ്ട്രാ ഉണ്ടാവും, അതാത് സ്റ്റേറ്റുകൾ നോക്കിയിട്ട്. ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം കൊളത്തൂർ റോഡിലാണ്. മലപ്പുറം ടൗണിൽ നിന്ന് കൊളത്തൂർ പോകുന്ന റൂട്ടിൽ കോഡൂർ എന്ന് പറയും. കോഡൂരാണ് ചെളൂരാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുന്ന വീഡിയോക്ക് താഴെ നമ്പർ വെക്കുക. നല്ല ഫ്രാഗ്രൻസുകൾ, നല്ല ബെസ്റ്റ് ഓയിലുകൾ, ഇമ്പോർട്ടൻ്റ് ബെസ്റ്റ് പെർഫ്യൂമുകൾ, അതിൻ്റെയൊക്കെ ഡീക്കൻറ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പേജ് ഫോളോ അപ്പ് ചെയ്യുക. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ അൽജസ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ അപ്പ് ചെയ്യുക. നല്ല അപ്ഡേഷൻസ്, നല്ല വീഡിയോസ് എപ്പോഴും അതിലാണ് ഉണ്ടാവുക. കാരണം വെച്ചാൽ നമുക്ക് സമയം കൂടുതൽ, കുറച്ച് സമയമാണെങ്കിലും അത് നമ്മൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മളിത് കാറ്റ് മേക്കപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഓക്കെ.